ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കാണുവാനും മനസ്സിലാവും സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ പറയണത്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ ആണ് ഞാൻ പറയണത്. അതായത് മേക്കപ്പ് വീഡിയോ അല്ല, നമ്മുടെ ഫേസിൽ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ പറയാനാണ്. ആദ്യം തന്നെ പറയുന്നത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞാനിത് എൻ്റെ പ്രൊഡക്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത്. അപ്പോൾ മെയിനായിട്ട് ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും ഒരു 18+ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ 15+ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടതാണ് ടോണർ, ഫേസ് വാഷ്, സൺസ്ക്രീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. പിന്നെ ഇത് പറയാനും കാരണം വേറെ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, ഇത് ആരെങ്കിലും ചോദിച്ചിട്ടാണോ പറയണത്? അതെ, എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കുറേ പേര് അവരുടെ കൈ കൊണ്ട് എൻ്റെ ഫേസിൽ തൊട്ടൊക്കിയിട്ട് പറയും, എന്താണ് ഈ ഗ്ലോൻ്റെ രഹസ്യം, എന്താണ് നിങ്ങൾ എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കണം. ഇവൻ എന്തോ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാണ്ട് മേക്കപ്പേ ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണ്. എന്നിരുന്നാൽ പോലും ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ ആയാലും അത് ഇട്ടിട്ടില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ മുഖത്ത് തൊട്ടൊക്കിയിട്ട് പറയും, എന്താണ് ഇത്രയും ഗ്ലോ ഉണ്ടാവണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ ഫുള്ള് കാണാം, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സോ നമുക്ക് വീഡിയോ കാണാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഞാനൊരു 5-8 വർഷം മുമ്പ് യൂസ് ചെയ്യണ ഫേസ് വാഷാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യണത്. അതായത് ഹിമാലയയുടെ ക്ലാരിന എന്ന് പറഞ്ഞ ഫേസ് വാഷാണ്, നിങ്ങൾക്ക് കാണാം. ക്ലാരിന എന്ന് പറഞ്ഞ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യണത്. അതായത് ഒരു ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ്. കാരണം വെച്ചാൽ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ 1-2 കുരുകൾ അവിടെ ഇവിടെ ചിലപ്പോൾ മൂക്കുമ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഭംഗി ഉണ്ടാവില്ല, പിന്നെ അത് പാടായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം ഞാൻ തൃശ്ശൂരിലുള്ള ഡോക്ടർ മേഴ്സി പോളിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എടുത്തിട്ട്. ട്രീറ്റ്മെൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് ഈ ക്ലാരിന ഫേസ് വാഷ് അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിരുന്നതാണ് ക്ലാരിന ഫേസ് വാഷ്. കാരണം വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും അന്ന് 70 രൂപയ്ക്ക് 75 രൂപയുള്ളത് ഇപ്പോൾ 2026 വരെ ഇതിൻ്റെ എക്സ്പയറി ഉണ്ട്. ഇതിൻ്റെ വില വരണത് 110 രൂപ പ്ലസ് ആണ് ഇതിൻ്റെ വില ഇപ്പോൾ വരണത്, കൂടി വരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൾക്കാർ യൂസ് ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എപ്പോഴും കാലത്തായാലും രാത്രിയിലും യൂസ് ചെയ്യണ ഫേസ് വാഷാണ് ഈ ഒരു കാര്യം. ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും നമ്മൾ കാലത്ത് എഴുന്നേറ്റ്, പെൺപിള്ളേർ കൂടുതൽ കെയർ ചെയ്യായിരിക്കും, പക്ഷെ ആൺപിള്ളേരാണ് കൂടുതൽ ഫേസ് ക്രീമോ അല്ലെങ്കിൽ ഫേസ് വാഷോ അല്ലെങ്കിൽ എന്താ പറയുക സോപ്പ് ഇട്ട് മുഖം കഴുകണ ആൾക്കാർ വരെ എൻ്റെ ചില ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മുടെ തലയിലേക്ക് ഷാമ്പൂ യൂസ് ചെയ്യണ പോലെ ഫേസിലേക്ക് സോപ്പല്ല, ഫേസ് വാഷാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണത്. അതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസും ഹെൽത്തി ആയിരിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എക്കോളജിക്കയുടെ പ്രൊഡക്ട്സ് ആണ്. അതായത് ഞാനിപ്പോൾ ഇതേ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ടോണർ ഞാൻ സാധാരണ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഉള്ളത് ജോബീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പക്ഷെ അത് കഴിഞ്ഞ കാരണം എനിക്ക് ഓഫറിന് മോംസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സംഭവത്തിന് ഓഫർ കിട്ടിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാനത് യൂസ് ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് എക്കോളജിക്കയുടെ ഈ ഒരു മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ ഞാൻ ആദ്യം ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറം അതിന് മുമ്പ് യൂസ് ചെയ്യാം. സെറം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യണില്ല. കാരണം വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതൊരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറാണ്. ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പപ്പായ പ്ലസ് വിറ്റാമിൻ സിൻ്റെ ആണ് ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത്. എല്ലാത്തിലും വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ ഈ വിറ്റാമിൻ സി തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും ക്ലിയർ ആവാനും ടാനൊക്കെ മാറാനും കരിവാളിപ്പൊക്കെ മാറാനും പറ്റിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു പപ്പായയും അതുപോലെ തന്നെ വിറ്റാമിൻ സി എന്ന് പറയണത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മോയ്സ്ചറൈസർ എക്കോളജിക്കയുടെ തന്നെ. അതിനുശേഷം എക്കോളജിക്കയുടെ തന്നെ ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുക. കണ്ടില്ലേ, സൺസ്ക്രീനാണ് ഞാൻ എക്കോളജിക്കയുടെ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ആണ് ഞാൻ ജനറലി എല്ലാ ദിവസവും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോവുക. കാരണം വെച്ചാൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് മസ്റ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലൈമറ്റിന് മസ്റ്റായിട്ട് വേണ്ട ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 1-2 ദിവസം ചെയ്തിട്ട് യാതൊരു കാര്യം, നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫേസിൽ അതിനൊരു മാറ്റം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് പറയില്ല നിങ്ങൾ എക്കോളജിക്കയുടെ പ്രോഡക്റ്റ് തന്നെ മേടിക്കണം, ഇത് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഫേസിന് പറ്റിയിട്ടുള്ള ക്രീംസ്, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അല്ല നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നുണ്ട്, ഇറിറ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് മാറ്റിയിട്ട് വേറെ പ്രോഡക്ട്സ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ഇതുപോലെ പല പ്രോഡക്ട്സ് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് എക്കോളജിക്കയുടെ ഈ പ്രോഡക്ട്സ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ബോത്ത് മെന്നിനായാലും വിമനായാലും യൂസ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു എക്കോളജിക്കയുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കാലത്ത് എഴുന്നേറ്റ് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ടോണറും
യൂസ് ചെയ്യും. അതിനുശേഷം മോയ്സ്ചറൈസർ അല്ലാതെ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുക. അതിനുശേഷം സൺസ്ക്രീനും യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോവുക. പിന്നെ ഞാൻ ഫേസിലൊന്നും ചെയ്യില്ല. അപ്പോൾ ചിലർ ചോദിക്കും സൺ എക്സ്പോസ്ഡ് ആയിട്ട് ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ഉച്ചയ്ക്കൊക്കെ പോകുമ്പോൾ നല്ല വെയിലാണ്. പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ ചില ഫ്രണ്ട് സ്റ്റാഫ് ഓക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, എടാ നിന്റെ ഫേസ് എന്താ കറക്കാത്ത, നീ പണിയൊന്നും എടുക്കണില്ലേ, നീ എന്താ വെയിലത്ത് ഇറങ്ങിയിട്ടും കറക്കാത്തേന്ന് ചോദിച്ചു. അന്ന് ഞാൻ ന്യൂട്രിജീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്കത് അത്ര തോന്നിയില്ല. കാരണം എൻ്റെ ഫേസ് ഡള്ളായിരിക്കണ പോലെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ആ ഒരു ക്രീം തേച്ചപ്പോൾ അല്ലെങ്കിൽ ആ സൺസ്ക്രീൻ തേച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഞാനപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും തേക്കാണ്ടായി. ഞാൻ ജസ്റ്റ് വെയിലത്ത് പോകുന്നു, വരുന്നു, ഫേസ് കഴുകുന്നു. എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കരിവാളിപ്പ് അങ്ങനെ വരില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ സൺസ്ക്രീൻ തേക്കാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾ മിക്കപ്പോഴും ഫേസ് വാഷ് ചെയ്യാൻ പറ്റുക, ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കരിവാളിപ്പ് നിങ്ങളുടെ മാറും. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യണത് ഒരു AC റൂമിലായതുകൊണ്ട് എനിക്കധികം സൺ എക്സ്പോഷർ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ കാലത്തിട്ട ആ ഒരു സൺസ്ക്രീൻ തന്നെ ഞാൻ രാത്രി വരെ യൂസ് ചെയ്യും. രാത്രി തിരിച്ച് വന്ന് കുളിക്കണ സമയത്താണ് ഞാൻ ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം സൺസ്ക്രീനും കഴിഞ്ഞ ശേഷം കിടക്കാറാകുമ്പോൾ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്ത് തേക്കും. ആ മുഖത്ത് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. പിന്നെ ഈ ഫേസിൽ നമ്മളെപ്പോഴും സോപ്പ് ഉപയോഗിക്കാതെ ഇരിക്കുക, എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഇപ്പോഴും എൻ്റെ ചില ഫ്രണ്ട്സ് അങ്ങനെ യൂസ് ചെയ്യണവരുണ്ട്. പിന്നെ അതുപോലെ ഞാൻ സിനിമയ്ക്ക് പോകുമ്പോഴും അതുപോലെ നമ്മുടെ ഫോണിൽ നിന്ന് വരെ നമുക്ക് റേഡിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ വരെ ചിലപ്പോൾ സൺസ്ക്രീൻ ഇട്ടാൽ പോവുക. കാരണം വെച്ചാൽ ആ ഒരു ഇരുട്ടത്ത് നമ്മുടെ ആ സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം അതും നമുക്കൊരു സ്കിന്നിനെ ആ സ്കിൻ സെൽസ് ഡാമേജ് ആക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര പേര് എക്കോളജിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അറിയാലോ എത്ര പേരാണ് യൂസ് ചെയ്യണത്, എത്ര പേർക്കാണ് ഇത് ഉപകാരപ്പെടണേന്നൊന്നും അറിയാൻ പറ്റുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നതാലും ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മൾ ഇട്ടൂന്ന് അറിയില്ല, അതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് കുരുകളായാലും കുറഞ്ഞു. അതായത് ഈ ക്ലാരിന ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുരുകളും നന്നായിട്ട് കുറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വരാറില്ല കുരുകളൊന്നും. പിന്നെ ഞാൻ നന്നായി വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ വെയിറ്റിനനുസരിച്ച് നമ്മളെപ്പോഴും വെള്ളം കുടിക്കണം. ഞാൻ ഏതൊരു ഇൻസ്റ്റഗ്രാമറോ യൂട്യൂബറോ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം. അതനുസരിച്ച് നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട് ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുക. കൂടുതൽ കുറച്ച് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതും നമ്മുടെ ഫേസും ഗ്ലോ ആവാനും സഹായിക്കും. കാരണം ഞാൻ കുറേ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ ഫേസ് അതുപോലെ ഗ്ലോ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാണ്ട് വരുമ്പോഴും അതുപോലെ നമ്മുടെ യൂറിനിലുള്ള കളർ ചേഞ്ച് പോലെ നമ്മുടെ ഫേസിലായാലും അതൊരു ഡൾനെസ് പോലെ ഫീൽ ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും എപ്പോഴും വെള്ളം കുടിക്കാൻ നോക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഇവൻ ദോ നിങ്ങൾ AC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു അലാം വെച്ചിട്ട് ഫോണിൽ അലാം സെറ്റ് ചെയ്തിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ ടിപ്സും ട്രിക്സ് ഒക്കെയാണ് പറഞ്ഞു തരണത്, ഞാൻ ചെയ്യണ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് സേവ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് അറിഞ്ഞുകൂടെ ഇത്രയും ഒരു നേരം ആൾക്കാർ കണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് അറിയാനാണ് എത്ര പേര് എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, അത് കാണിക്കാനാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച പെട്ടി കുപ്പികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണത്. അപ്പോൾ ഇതിലൊക്കെ ചിലതിലുണ്ട് ചിലതിലില്ല. അപ്പോൾ നിങ്ങൾ എക്കോളജിക്കൽ സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല ഞാൻ ഓഫറുള്ള സമയത്ത് ഇതുപോലെ ഞാൻ സേവ് ചെയ്ത് വെക്കും. ഈ പെട്ടി പൊട്ടിക്കാത്തതാണ് ഈ 2 എണ്ണം. ഇതിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനാണുള്ളത്. ഈ ഓഫർ വരുന്ന സമയത്താണ് ഞാൻ കൂടുതൽ ഇത് മേടിക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.